നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നൂറൊക്കെയായിരുന്നു ഫസ്റ്റ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ രണ്ടാം സ്ഥാനോ മൂന്നാം സ്ഥാനത്തോ എത്തേണ്ടിയിരുന്നത് നൂറയായിരുന്നു എന്നൊക്കെ പറഞ്ഞ ചിലരൊക്കെ വരുന്നുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത് എന്നുള്ളത് നമുക്ക് അവരുടെ നാവിൽ നിന്ന് തന്നെ കേട്ടു നോക്കാം. അറിയാമല്ലോ ഞങ്ങളെ കുട്ടികൾക്ക് ചെയ്തിരിക്കുന്ന വോട്ട് എത്രത്തോളം ഉണ്ടെന്ന്. അത് ഇവരെല്ലാരും കൂടെ ചെയ്ത കഷ്ടപ്പെട്ട വർക്കാണ്. അപ്പൊ അത് എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. നമ്മളതിൽ ഓരോ ഈച്ച് ആൻഡ് എവറി വൺ വോട്ടിന്റെ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറേറെ പൊസിഷൻ ഞങ്ങൾ നോക്കി വന്ന സമയത്ത് 3rd പൊസിഷനിൽ വരെ നിന്നതായിരുന്നു. പക്ഷെ ഫൈനലിൽ വരുന്ന സമയത്ത് മേ ബി ചാൻസസ് ഉണ്ടായിരുന്നായിരിക്കും, ചിലപ്പോൾ ടോപ്പ് 2 അല്ലെങ്കിൽ വിന്നറിലേക്കോ ഉള്ള ചാൻസസ് ഉണ്ടായിരുന്നായിരിക്കും. പക്ഷെ ആ 3 പൊസിഷൻ ഞങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കപ്പിയെന്ന് പറഞ്ഞിട്ട് ആളിനെ പുറത്താക്കുക എന്ന് പറയുന്നത് അതൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ദിയ ചേച്ചി ഒരുപാട് എണ്ണി കഷ്ടപ്പെട്ട് നൂറയുടെ സ്ഥാനമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 3ാം സ്ഥാനത്ത് നൂറ. വാവ്. അത് പിന്നീട് അവസാന ഘട്ടം എത്തിയപ്പോൾ കൂടി. കാരണം ആദില പുറത്തായല്ലോ. അപ്പോൾ ആദിലയുടെ വോട്ടും കൂടി നൂറക്ക് കിട്ടും. കാരണം ഈ ചേച്ചി കുറേ പേരെ കൊണ്ട് ഇങ്ങനെ വോട്ട് ചെയ്യിപ്പിക്കുക, എണ്ണി വെച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു തോന്നുന്നു. ഇന്നാൾ ഇത്രയും വോട്ട്. അവിടെ ആ ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നവരില്ലേ, അവരൊക്കെയാണ് വോട്ട് ചെയ്തതെന്ന്. അപ്പോൾ ആ ചേച്ചിക്ക് കറക്റ്റായിട്ട് കണക്കുണ്ടാവും. കാരണം PR ഒന്നുമില്ല, ചേച്ചിയുടെ കൂടെ ഉള്ളവരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചേച്ചി ഇങ്ങനെ എഴുതി വെച്ചേക്കായിരുന്നേ എത്ര വോട്ട് ആർക്കൊക്കെ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് ചേച്ചി കണക്ക് നോക്കിയപ്പോൾ എല്ലാവരെക്കാളും കൂടുതൽ വോട്ട് ഉണ്ടായിരുന്നു നൂറക്ക്. നൂറ 3ാം സ്ഥാനത്ത് എത്തേണ്ടതായിരുന്നു. ടോപ്പ് 5 ഉണ്ടായിരുന്നെങ്കിൽ 2ാം സ്ഥാനം 1ാം സ്ഥാനവും കിട്ടുമായിരുന്നു എന്നാണ് ചേച്ചി പറയുന്നത്. കാരണം എന്താ, ആദില വിക്റ്റായി. അപ്പോൾ ആദിലേക്ക് കൊടുക്കേണ്ട വോട്ടും കൂടി നൂറക്ക് കിട്ടുമല്ലോ. പക്ഷേ ബിഗ് ബോസ് എന്തോ പണിയൊപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കിട്ടാതിരുന്നത് അല്ലേ. ആ ചേച്ചി എല്ലാവരും എണ്ണി. അതും എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഗ്രാൻഡ് ഫിനാലയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 38 ലക്ഷത്തോളം വോട്ട് കിട്ടി എന്നുള്ളത്. അപ്പോൾ ഈ 38 ലക്ഷത്തിൽ നൂറയ്ക്ക് എത്ര, അനീഷിന് എത്ര, അനുമോൾക്ക് എത്ര, അതുപോലെ പിന്നെ ഷാനവാസിന് എത്ര, അക്ബറിന് എത്ര എന്നൊക്കെ ഈ ചേച്ചി എണ്ണി കണക്ക് കൂട്ടി വെച്ചതാണ്. ആ തെളിവുമായിട്ടാണ് ആ ചേച്ചി ഇത്രയും മീഡിയാസിൻ്റെ മുന്നിൽ പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് ചതിച്ചില്ലേ നൂറേനെ? ബിഗ് ബോസ് ആണോ പ്രേക്ഷകരാണോ ചതിച്ചത്? എന്തായാലും ആ ചേച്ചി പ്രതിഷേധം പ്രേക്ഷകരുടെ മുന്നിൽ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും മീഡിയാസിൻ്റെ മുന്നിൽ സംസാരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ആ ചേച്ചിക്ക് ചിന്തിച്ചുകൂടെ? ദിയാസന ചേച്ചിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. ചേച്ചി സപ്പോർട്ട് ചെയ്ത നൂറയ്ക്ക് പ്രൈസ് കിട്ടാത്തതിൽ, കപ്പ് കിട്ടേണ്ട ഒരാളാണ് നഷ്ടപ്പെട്ടു പോയത്. ആ ചേച്ചി അത്രയും കഷ്ടപ്പെട്ടു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നൂറക്ക് കപ്പ് കൊടുക്കണ്ട, പക്ഷെ ഇത്ര എണ്ണി കഷ്ടപ്പെട്ട ഈ ചേച്ചിക്കെങ്കിലും ഒരു കപ്പ് ബിഗ് ബോസിന് കൊടുക്കായിരുന്നു. ചേച്ചി എത്രയൊക്കെ ഹരിച്ചും കുണിച്ചും നോക്കിയിട്ട് കണക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ശരിയാവുന്നില്ല. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചേച്ചിയുടെ കണക്ക് കൂട്ടൽ കുറച്ചൊക്കെ തെറ്റിപ്പോയെങ്കിലും കണക്ക് കൂട്ടൽ ശരിയായവർ അവിടെ സന്തോഷിക്കുന്നുണ്ടാവും. ആ കൂട്ടത്തിലെടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ശൈത്യയുടെ കാര്യത്തിൽ തന്നെ വീണ്ടും വരാണ് കേട്ടോ. ശൈത്യം ബിൻസിയൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നിവിനെ കണ്ടപ്പോഴാണ്. നിവിനോട് ഭയങ്കര പ്രത്യേക സ്നേഹമൊക്കെ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ മാത്രമല്ല നിവിനോട് പേഴ്സണലി ഭയങ്കര കാര്യമാണെന്ന് ശൈത്യമാണെങ്കിലും ബിൻസി ആണെങ്കിലും വീട്ടിലേക്ക് റീ എൻട്രിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ടവർ ടോപ്പ് 5 എത്തണം എന്ന് കരുതിയിട്ട് നൂറേനെയും ആദിലേനെയും ഇങ്ങനെയൊക്കെ എരികേറ്റി അവരെ പുറത്താകാൻ വേണ്ടിയിട്ട് ഇവരിൽ ഒരാൾ പുറത്താകുമല്ലോ. ഇവരിൽ ആരെങ്കിലും ഒരാൾ പുറത്തായാലല്ലേ നിവിൻ ടോപ്പ് 5 എത്തുള്ളൂ. അപ്പം നിവിനോടുള്ള പ്രത്യേക സ്നേഹം കാരണം ശൈത്യ ചേച്ചി ഒപ്പിച്ച പണിയാണോ എന്തോ എനിക്കങ്ങനെ ഒരു തോന്നൽ. ശരിയാവണമെന്നൊന്നുമില്ല, അങ്ങനെ ആയിക്കൂടാ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത്തരത്തിലായിരുന്നല്ലോ ഇവരുടെ എല്ലാവരുടെയും റീ എൻട്രിക്കുള്ള ഒരു പെർഫോമൻസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നൂറ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ടോപ്പ് 5 എത്താത്തത്, ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ഒരു എൻട്രി കിട്ടിയിട്ട് ആ കുട്ടിക്ക് ടോപ്പ് 5 എത്താത്തതിൽ ഒരു അയ്യോ എന്ന് പാപം തോന്നുന്നുണ്ട്. ഒരു പക്ഷേ ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയില്ലായിരുന്നെങ്കിൽ അതിന് മുമ്പ് പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നൂറ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പിടിച്ചു നിന്നു, ആരുടെയൊക്കെയോ കളികൾ കൊണ്ട് ആ കുട്ടി പിടിച്ചു നിന്നു എന്നുള്ളതല്ലാതെ ഭയങ്കര ഒരു ഗെയിമറായിട്ടൊന്നും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. ചതിച്ച് കളിക്കുമായിരുന്നു, പലരെയും പലതരത്തിലും തൻ്റെ ഗെയിമിന് വേണ്ടി യൂസ് ചെയ്ത് ചതിച്ച് കളിക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ദിയാസന പറയുന്ന പോലെ ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 3 1 കപ്പടിക്കാനുള്ള അർഹതയൊന്നും നൂറയ്ക്കുണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. ടോപ്പ് 5 അർഹതപ്പെട്ടവർ തന്നെയാണ്. ഞാൻ അക്ബറിനെ അതിൽ മാറ്റി നിർത്തുന്നു. ബാക്കിയുള്ള 4 പേരും ടോപ്പ് 5 അർഹതപ്പെട്ടവർ തന്നെയാണ് വന്നിരുന്നത്. ഒരുപക്ഷെ അക്ബറിന് പകരം ആരിനായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?